Greetings everyone. Last class we talked about classical conditioning. We told that classical conditioning basically involves pairing of two stimulus. അങ്ങനെ പെയർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ടുകൾ തമ്മിലുള്ളൊരു അസോസിയേഷനാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു ആ അസോസിയേഷൻ കാരണം ഒരു ബിഹേവിയറിൻ്റെ റിസൾട്ട് തന്നെയായിരിക്കും മറ്റൊരു ബിഹേവിയറിന്. ഓക്കെ, നമ്മൾ ഡോഗ്സിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ക്ലാസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ B.F. സ്കിന്നർ, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ബേസിക്കലി ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഇത് ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ആണ്. ഓക്കെ, അതുമാത്രമല്ല ഈ കോൺസിക്വൻസസ് എങ്ങനെയാണ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതും ഓപ്പറൻ്റ് കണ്ടീഷനിങ് പറയുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഈ ഇതൊന്ന് വായിച്ചു നോക്കുക. വെരി ഗുഡ്, വാട്ട് എ ക്ലെവർ ഐഡിയ, ഫാന്റാസ്റ്റിക്, ഐ അഗ്രി, താങ്ക് യു, excellent, super, right on, this is the best paper you have written, you get an A, you are really getting the hang of it, I'm impressed, you're getting a raise, have a cookie, you look great, I love you. കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കുകൾ അല്ലേ? നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത് ചിലർ യൂസ് ചെയ്യാത്തതുമായ വാക്കുകളാണ്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഓരോ ടേംസും, ഇപ്പോൾ പറഞ്ഞ ഓരോ ടേംസും നമുക്ക് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വാക്കുകൾക്കെല്ലാം നമ്മുടെ ബിഹേവിയർ മാറ്റാൻ ഉള്ള ശക്തി ഉണ്ടെന്നാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് പറയുന്നത്. ബിഹേവിയർ മാറ്റാനും നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്തു തീർക്കാനും ഈ വാക്കുകൾ നമ്മളെ സഹായിക്കും. ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ആനിമൽസിനും ഹ്യൂമൻസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ലേണിങ്ങിന് നമ്മളെ സഹായിക്കുന്നതാണ്. ആക്ച്വലി ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഈസ് ലേണിംഗ് ഇറ്റ് സെൽഫ്. ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഈസ് എ ലേണിംഗ് ഇൻ വിച്ച് എ വോളണ്ടറി റെസ്പോൺസ് ഈസ് സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഫേവറബിൾ ഓർ അൺഫേവറബിൾ കോൺസിക്വൻസസ്. അപ്പം നിങ്ങൾക്ക് സെൻറ്റൻസ് നോക്കിയാൽ അറിയാം, ഇതിൽ സ്ട്രെങ്തൻഡും വീക്കൻഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വണ്ടർ ചെയ്യാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇത് ഇത്രേ ഉള്ളൂ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബിഹേവിയർ കാണിക്കാനുള്ള ചാൻസ് കൂട്ടുന്നതിനാണ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. റിക്കർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ വീക്കെൻഡ് എന്ന് പറയുമ്പം നമുക്ക് ആ ബിഹേവിയർ ലെസ് ലൈക്ലി ടു ഒക്കർ ആക്കുന്നതിനാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, വീക്കനിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞു, ഒരു നാച്ചുറൽ ബയോളജിക്കൽ റെസ്പോൺസ് ആണെന്നുള്ളത് പറഞ്ഞു ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലേ. ഒരു ഫുഡോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ കിട്ടുമ്പം ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വോളണ്ടറി റെസ്പോൺസാണ്. മറ്റേത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻവോളണ്ടറി ആയിരുന്നു, ഇത് വോളണ്ടറി റെസ്പോൺസസ് ആണ്. ഓക്കെ, നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മുടെ ഡിസൈറബിൾ ഒരു ഔട്ട്കം കിട്ടാൻ വേണ്ടി, നമുക്കൊരു നല്ല ഔട്ട്കം കിട്ടാൻ വേണ്ടി നമ്മൾ വോളണ്ടിയറായിട്ട് സ്വമേധയാൽ ചെയ്യുന്ന റെസ്പോൺസസ് ആണ് ഇവിടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഓപ്പറൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓപ്പറേറ്റ്സ് എന്നുള്ളതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ദി ഓർഗാനിസം ഓപ്പറേറ്റ്സ് ഓൺ ഇറ്റ്സ് എൻവയൺമെൻറ്റ് ടു പ്രൊഡ്യൂസ് എ ഡിസൈറബിൾ റിസൾട്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഓക്കെ, നല്ലവണ്ണം പഠിച്ചാൽ, നല്ലവണ്ണം വർക്ക് ചെയ്താൽ എനിക്ക് നല്ല ഗ്രേഡ് കിട്ടും, അല്ലെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് നല്ല ശമ്പളത്തിൽ നല്ല റൈസ് കിട്ടും എന്നൊക്കെ നമ്മൾ കണക്കാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ബിഹേവിയർ ഹാവ് കോൺസിക്വൻസസ്. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് കോൺസിക്വൻസസ്. ഓക്കെ, ഒരു റിവാർഡുണ്ട്, ഓരോ ബിഹേവിയറിനും ഒരു റിസൾട്ടുണ്ട് എന്നുള്ളതിൻ്റെ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ആൻഡ് ആ റിവാർഡ്
ഓക്കെ, നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത്, അതെങ്ങനെ നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഉള്ളതുപോലെ തന്നെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെയും ആ തിയറി പ്രപ്പോസ് ചെയ്യാൻ ഇടയായത് ആനിമൽസിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റഡി തന്നെയാണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യുക. ഒരു വിശന്നിരിക്കുന്ന ഒരു പൂച്ചേനെ ഒരു കേജിൽ ഇങ്ങനെ ഇടുക. ഓക്കെ, ഇമേജിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഇമേജ് ശ്രദ്ധിച്ചാലറിയാം അതിൽ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ മേളിൽ കണ്ടോ? ആൻഡ് ഇമാജിൻ ചെയ്യുക, ഈ ബോക്സിൻ്റെ വെളിയിൽ കൈ എത്താത്ത ദൂരത്ത് കുറച്ച് മാറിയിട്ട് ഒരു ഫുഡ് വെച്ചിട്ടുണ്ട്, ക്യാറ്റിൻ്റെ ഫുഡ്. ക്യാറ്റിന് എത്താത്ത രീതിയിൽ. അപ്പോൾ ആദ്യമൊക്കെ എന്ത് ചെയ്യും, ക്യാറ്റ് എന്തായാലും അതിന് ഒരുപാട് ശ്രമിക്കും ഫുഡ് കാണുമ്പോൾ, പക്ഷേ നടക്കത്തില്ല എന്ന് മനസ്സിലാവും. അപ്പം ക്യാറ്റ് പയ്യെ എങ്ങനെയും പുറത്ത് കിടക്കാൻ നോക്കും. ആദ്യം ക്യാറ്റ് നഖമൊക്കെ വെച്ചിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. എന്തെങ്കിലും ഓപ്പണിംഗ് ഒക്കെ കാണുമ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ കൈ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹോപ്പിംഗ് ദാറ്റ് എങ്ങനെയും പുറത്ത് ചാടാം എന്നുള്ള രീതിയിലായിരിക്കും ഈ ആക്ഷൻസ് എല്ലാം. പയ്യെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പം ക്യാറ്റ് അറിയാതെ ഒരു പാഡലിൽ ചവിട്ടും. ഓക്കെ, അപ്പോൾ ഈ പാഡിൽ ചവിട്ടിയപ്പം വാതിൽ തുറന്നു. അങ്ങനെ വാതിൽ തുറന്ന് പൂച്ച പോയി ഫുഡ് കഴിച്ചു. ഫുഡ് എടുത്ത് കഴിച്ച പാടെ ക്യാറ്റിനെ എടുത്ത് ബോക്സിലോട്ടിട്ടു. ഓക്കെ, ഈ പ്രാവശ്യം ഇതുപോലെ നടക്കാൻ നേരത്ത് പാഡിൽ ചവിട്ടുന്നു ആൻഡ് എസ്കേപ്പ് ചെയ്യുന്നു, ഫുഡ് എടുക്കുന്നു. പക്ഷേ ആദ്യം പാഡിൽ ചവിട്ടാനെടുത്ത സമയത്തിനെക്കാട്ടി കുറവായിരിക്കും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അവസാനം കയറിയ പാടെ പൂച്ച പാഡിൽ ചവിട്ടുന്നു, എന്നിട്ട് പുറത്തിറങ്ങി ഫുഡ് കഴിക്കും. ഓക്കെ, ദിസ് വാസ് എൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ എഡ്വേർഡ് എൽ തൊൺഡ്രേക്ക്, THORNDIKE. തൊൺഡ്രേക്സ് എക്സ്പെരിമെൻ്റ് ആണിത്. ഓക്കെ, 1932. പുള്ളി ഇതുപോലെ പൂച്ചയിൽ എക്സ്പെരിമെൻ്റ് നടത്തി. ആൻഡ് ഈ ഫൗണ്ട് ഔട്ട് ദാറ്റ് പൂച്ച ലേൺ ചെയ്യുകയാണ് ചെയ്തത്. പാഡലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസൈറബിളായൊരു കോൺസിക്വൻസ് കിട്ടും, ഫുഡ് കിട്ടും എന്നുള്ളത് ലേൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് തൊൺഡ്രേക്ക് സമ്മറൈസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോ ഓഫ് എഫക്റ്റ് എന്നുള്ള പേരിലാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ സമ്മറൈസ് ചെയ്തേക്കുന്നത്. ആൻഡ് ലോ ഓഫ് എഫക്റ്റ് ഇസ് ദ റെസ്പോൺസസ് ദാറ്റ് ലീഡ് ടു സാറ്റിസ്ഫൈയിങ് കോൺസിക്വൻസസ് ആർ മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. ഓക്കെ, അപ്പം ബേസിക്കലി അത്രയും പറയുന്നുള്ളൂ. ഒരു കോൺസിക്വൻസ്, നമുക്ക് വേണ്ടിയ ഒരു കോൺസിക്വൻസ്, സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു കോൺസിക്വൻസ്, നമുക്ക് ആ ബിഹേവിയർ കൂടുതൽ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നു. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുന്നു. അപ്പം തൊൺഡ്രേക്കിനെ സംഭവിച്ചിടത്തോളം ഹി ബിലീവ്ഡ് ദാറ്റ് ഈ ലോ ഓഫ് എഫക്റ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം ലീവ്സൊക്കെ മരത്തിൽ നിന്ന് ഓട്ടത്തിൽ പൊഴിയുന്ന പോലെ, ഓട്ടം സീസൺ ആകുമ്പം ലീഫ് പൊഴിയുമല്ലോ, അതുപോലെ തന്നെ നടക്കുന്നതാണ്, പെട്ടെന്ന് നടക്കുന്നതാണ്. ഒരു ഓർഗാനിസത്തിന് ഇത് തിരിച്ചറിയണമെന്നില്ല. അതേത് പൂച്ചയ്ക്കാണേലും മനുഷ്യരാണേലും നമ്മളത് ആലോചിക്കത്തൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ലിങ്കുണ്ട്, റെസ്പോൺസും റിവാർഡും ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഫിനോമിനകൾ നടക്കുന്നത് എന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കണം എന്നില്ല. ബേസിക്കലി തൊൺഡ്രേക്ക് ബിലീവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കാലം കഴിയുന്തോറും എക്സ്പീരിയൻസ് ഉണ്ടാകുന്തോറും ഓർഗാനിസത്തിന് സ്റ്റിമുലസും ആൻഡ് അതിൻ്റെ റെസ്പോൺസും തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാക്കും വിത്തൗട്ട് എനി അവെയർനെസ് ദാറ്റ് ദ കണക്ഷൻ എക്സിസ്റ്റ്. ഇതാണ് ബേസിക്കലി തൊൺഡ്രേക്കിൻ്റെ ലോ ഓഫ് എഫക്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊൺഡ്രേക്സ് ലോ ഓഫ് എഫക്റ്റ് പറഞ്ഞു. അപ്പം തൊൺഡ്രേക്കിൻ്റെ ഈ ഒരു റിസർച്ച് 20th സെഞ്ച്വറിയിലെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ ഒരു ഫൗണ്ടേഷനായിരുന്നു, ഇൻസ്പിറേഷനായിരുന്നു. അതുപോലെ ഒരു ഇൻസ്പയർഡ് ആയിട്ടൊരു സൈക്കോളജിസ്റ്റാണ് ദ വെൽ ഫേമസ് B.F. സ്കിന്നർ. ഓക്കെ, 1904 തൊട്ട് 1990 വരെ ആയിരുന്നു ഹിസ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഈസ് എ വെൽ നോൺ സൈക്കോളജിസ്റ്റ്, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ബിഹേവിയറിസം അല്ലെങ്കിൽ ലേണിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലരും സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് സൈക്കോളജിയിൽ. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ആക്ച്വലി നമ്മുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ചേംബർ ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ പോലെ ബോക്സ് അല്ല, ചേംബർ, സ്റ്റീൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു ചേംബറാണ്. ഭയങ്കര ഹൈ കൺട്രോൾ ചെയ്തിട്ട് ഒരു എൻവയൺമെൻറ്റ് സൃഷ്ടിക്കും. എന്നിട്ടാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് പ്രോസസ്സ് ആനിമൽസിൽ പരീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കാം. പക്ഷേ തൊൺട്രേക്കിൻ്റെ ഗോളെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പൂച്ചേനെ ഫുഡ് എടുക്കാൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ആ പൂച്ച ലേൺ ചെയ്യുന്നത് ആ ഫുഡ് എടുക്കാൻ വേണ്ടി, എങ്ങനെ ബോക്സിൽ നിന്ന് ലീവ് ചെയ്തിട്ട് ഫുഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ലേൺ ചെയ്തത് മാത്രമായിരുന്നു. പക്ഷേ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ബോക്സിൽ വരുമ്പം ഒരു എൻവയൺമെൻറ്റിൽ എങ്ങനെയൊക്കെ ആക്ട് ചെയ്താൽ ആണ് ഫുഡ് കിട്ടുന്നത് എന്നും കൂടെയാണ് പരിശോധിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ, ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു എല്ലാ എക്സ്പെരിമെൻറ്റും നടന്നത്. അങ്ങനെ പുറത്തൊന്നും വിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് സ്കിന്നറിന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ബിഹേവിയർ വേരി ചെയ്യുന്നത്, എങ്ങനെയാണ് മാറുന്നത്, എൻവയൺമെൻറ്റ് മാറുമ്പോൾ എങ്ങനെയാണ് ബിഹേവിയറിനെ അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു BF സ്കിന്നറിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. അപ്പം സ്കിന്നറിൻ്റെ വർക്ക് തൊൺട്രേക്കിൻ്റെ കാട്ടിയൊക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആണ് ഇപ്പോഴത്തെ. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ BF സ്കിന്നറിൻ്റെ എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ടെർമിനോളജീസ് വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ. അപ്പം ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എലീനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതൊരു ടിപ്പിക്കൽ സ്കിന്നർ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ സ്കിന്നർ ബോക്സിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഒരു ലിവർ ഉണ്ടാവും, ഒരു പെല്ലറ്റ് ഉണ്ടാവും, ട്രേ ഉണ്ടാവും. ഓക്കെ, അപ്പം ലിവർ, ഫുഡ്, ട്രേ, ഒരു ചേംബർ, അതിൻ്റെ ഉള്ളിലൊരു എലി. ഇപ്പം BF സ്കിന്നർ ഒരു ലാബോറട്ടറിയിൽ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഒരു ഹംഗ്രി ആയിട്ടുള്ള റാറ്റിന് നമുക്ക് ആ ബോക്സിലെ ലിവർ നെക്കാൻ അല്ലെങ്കിൽ പ്രസ് ചെയ്യാൻ പഠിപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ആദ്യമൊക്കെ എലി ബോക്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വാൻഡർ ചെയ്യാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും നിൽക്കാനൊക്കെ തുടങ്ങും. അതിൻ്റെ എൻവയൺമെൻറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് റാൻഡമായിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്തു ഒരു പോയിൻ്റ് എത്തുമ്പം അതറിയാതെ ലിവറിൽ പ്രസ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ചിലപ്പോൾ അതറിയാതെ നിൽക്കുന്നു. ഓക്കെ, അതങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഫുഡ് ട്രേയിൽ പെല്ലറ്റ് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ ഫുഡ് വന്ന് വീഴും. ഓക്കെ, പക്ഷെ ആദ്യം തന്നെ ഇത് നടക്കുമ്പം എലി പഠിക്കില്ല ഒരു ലിവർ നെക്കിക്കഴിഞ്ഞാൽ ഫുഡ് കിട്ടുമെന്നുള്ളത് എലി പഠിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് കഴിച്ചിട്ട് പഴയ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ റാൻഡമായിട്ട് ലിവറിൽ തട്ടുന്നു, ഫുഡ് കിട്ടുന്നു. സമയം കൂടുന്തോറും നമ്മുടെ ലിവറിൽ പ്രസ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസ് ലിവറിൽ പ്രസ് ചെയ്യുന്നതാണ് റെസ്പോൺസ്. ഓക്കെ, എലീൻ്റെ അത് കൂടിക്കൊണ്ടിരിക്കുന്നു, ലിവറിൽ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ പ്രസ്സിങ് റെസ്പോൺസ് ഇൻക്രീസസ്, അങ്ങനെ പറയാം. കുറച്ച് ഇവൻച്വലി എന്ത് സംഭവിക്കുന്നു, റാറ്റ് വിശപ്പ് മാറ്റാൻ തോന്നുമ്പോഴൊക്കെ പോയി ലിവറിൽ പ്രസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം ഇതുവഴി BF സ്കിന്നർ ഒരു കൺക്ലൂഷനിലെത്തി. ഓക്കെ, ഫുഡ് കൊടുക്കും തോറും നമുക്ക് എന്ത് ബിഹേവിയറാണോ വേണ്ടത് അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ എന്തായിരുന്നു, ലിവർ പ്രസ് ചെയ്യേണ്ടതായിരുന്നു. ഒരു ഫുഡ് കൊടുത്തു, ആൻഡ് ആ ഫുഡ് കൊടുക്കുന്നത് ഡിസൈഡ് ബിഹേവിയറിന് ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഫുഡ് കൊടുത്ത പാടെ പ്രസ്സിങ് ദ ലിവറിൻ്റെ ഫ്രീക്വൻസി കൂടി എന്ന് പറഞ്ഞു. അപ്പം അതും ഇതും തമ്മിൽ റിലേഷനുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സ്കിന്നർ വേറൊരു കാര്യം ഉറപ്പിച്ചു, ഇതിനൊക്കെ ടേം ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോ ഫിനോമിനേയും നെയിം ചെയ്തു. അതെന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, എന്ത് പ്രോസസ്സാണോ നമ്മുടെ എലീനെ നമ്മുടെ ലിവർ പ്രസ് ചെയ്യാൻ ഇടയാക്കിയത്, ഓക്കെ, അതിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ആ പ്രോസസ്സിലേക്ക് എലീനെ ലീഡ് ചെയ്തത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ വി ക്യാൻ ഡിഫൈൻ റീഇൻഫോഴ്സ്മെൻറ്റ് is the process by which a stimulus increases the probability that the preceding behavior will be repeated. Okay, in other words പറയുകയാണെങ്കിൽ pressing the lever is more likely to occur again because of the stimulus of food. അല്ലേ, ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഇനിയും ചാൻസ് കൂടുതലാണ്, ലിവർ പ്രസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നമുക്ക് പിന്നെ വേറെ എക്സാമ്പിൾസ് പറയാം. അപ്പം റീഇൻഫോഴ്സർ എന്താണ്? ഡിസൈഡ് ബിഹേവിയർ എന്താണോ അത് കൂട്ടാൻ നമ്മളെ സഹായിച്ച എന്തോ അതാണ് റീഇൻഫോഴ്സർ. ഈ കേസിൽ എന്താണ്? ഫുഡാണ്. ഓക്കെ, ഫുഡ് കിട്ടിയത് കൊണ്ടാണ് ആ ലിവർ പ്രസ് ചെയ്യാനുള്ള ചാൻസുകളും ഫ്രീക്വൻസിയും കൂടിയത്. അതാണ് നമ്മുടെ നമുക്ക് വേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മളെ ഫുഡ് സഹായിച്ചു. അപ്പോൾ അങ്ങനെ സഹായിക്കുന്നത് എന്താണോ അതാണ് എന്ത്? റീഇൻഫോഴ്സർ. So reinforcer is any stimulus that increases the probability that a preceding behavior will occur again. അപ്പം ആലോചിച്ച് നോക്കുക, എന്തൊക്കെ നമുക്ക് റീഇൻഫോഴ്സേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം ബോണസസ് കിട്ടുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഒരാൾ ജോലിക്ക് പോകുന്നു, അയാളുടെ ഒരു ഹാർഡ് വർക്കിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് കൊടുക്കുന്നു? അയാൾ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് കണ്ടിട്ട് അയാൾക്ക് എക്സ്ട്രാ മണി, സാലറിക്ക് പുറമെ അലവൻസ് കൊടുക്കും. അതൊരു ബോണസാണ്. ഓക്കെ, അത് അയാൾക്ക് എന്തിന് ചാൻസ് കൂട്ടും? ഇനിയും വർക്ക് ഹാർഡായിട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂട്ടും. അതൊരു ബോണസാണ് അല്ലേ. അപ്പം റീഇൻഫോഴ്സേഴ്സ് എല്ലാ കാര്യത്തിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോയ്സ്, ഒരു കൊച്ചിന് ടോയ് മേടിച്ചു കൊടുക്കുന്നു, നല്ലോണം പഠിച്ചു കഴിയുന്നു. അപ്പോൾ ആ നല്ലോണം പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ആ കൊച്ചിനൊരു നല്ല ടോയ് മേടിച്ചു കൊടുക്കുന്നു വീട്ടുകാർ. അപ്പോൾ അതൊരു റീഇൻഫോഴ്സറാണ്. അപ്പം ഗുഡ് ഗ്രേഡ്സ്, നല്ല മാർക്ക് കിട്ടുന്നത് എന്താണ്? റീഇൻഫോഴ്സറാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ടീച്ചർ നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് നല്ലോണം അത് പേപ്പറിൽ എഴുതി എന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കൊടുക്കുന്നു, വെരി ഗുഡ് എന്ന് എഴുതുന്നു. ഇതൊക്കെ റീഇൻഫോഴ്സേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ആ ബിഹേവിയർ ഇനിയും കൂടാനുള്ള ചാൻസിലേക്ക് നയിക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ് ദി എക്സാമ്പിൾസ്? Doesn't end here. There is lot examples again if you think. എല്ലാവർക്കും എല്ലാ കേസിലും ഇത് റീഇൻഫോഴ്സർ ആവണമെന്നില്ല. ഇപ്പം എനിക്കുള്ള റീഇൻഫോഴ്സേഴ്സ് അല്ലായിരിക്കും ഈ ക്ലാസ്സിലെ 24 പേർക്ക്. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസിനനുസരിച്ചാണ്. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ് റീഇൻഫോഴ്സറിൻ്റെ. ഓക്കെ, റീഇൻഫോഴ്സേഴ്സ് become reinforcer according to individual preferences. ഒരാൾക്ക് വർക്കൊക്കെ കഴിഞ്ഞൊരു വീക്കെൻഡിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ചില്ല് ചെയ്യുന്നതായിരിക്കും സന്തോഷം. മറ്റൊരാൾക്ക് ഒരു യാത്ര, ലോങ് ഡ്രൈവ് പോകുന്നതായിരിക്കും സന്തോഷം. അപ്പം നമുക്ക് ഒരാളുടെ റീഇൻഫോഴ്സർ എന്താണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. എത്രത്തോളം ഫ്രീക്വൻസിയിൽ ഇതിനു മുമ്പ് ഈ ബിഹേവിയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന സ്റ്റിമുലസ്. ഇപ്പോൾ ഈ കേസിൽ നോക്കിയാൽ മതി, ഒരാൾ ആദ്യം വർക്ക് ചെയ്യുന്നതിനും കാട്ടി കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് പറയാൻ പറ്റും അയാൾക്ക് ആ സ്റ്റിമുലസ്, നമ്മൾ ഇപ്പം ഓഫീസിൻ്റെ കാര്യത്തിൽ മുതലാളി ഒരു ബോണസ് കൊടുത്തത് ഒരു റീഇൻഫോഴ്സറാണ് എന്ന് പറയാൻ പറ്റും. ബോണസ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് ആയിരുന്നു, അത് റീഇൻഫോഴ്സർ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ കേസുകളിലും പറയാൻ പറ്റും. അപ്പം ആസ് ഫാർ എസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ച ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർക്ക് എന്താണോ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് അറിയാൻ ഇത്രയും ചെയ്താൽ മതി. അവരുടെ ബിഹേവിയർ നോട്ടീസ് ചെയ്താൽ മതി, ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമുക്ക് അവരുടെ ബിഹേവിയർ ഡിസൈറബിൾ ആക്കാൻ പറ്റും. നമുക്ക് ഇത് ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ആക്ച്വലി ഇത് പ്രാക്ടിക്കലി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കത് വീട്ടിലും പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആൻഡ് ഐ ലെറ്റ് യു നോ. ഇപ്പം നമ്മുടെ വീട്ടിൽ അനിയന്മാരോ ചെറിയ പിള്ളേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല ബിഹേവിയർ നമുക്ക് അവരുടെ ചെയ്യാനായിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ തരുന്നുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അറിയാം, നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ നമുക്കറിയത്തില്ല, ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡയറി മിൽക്ക് കിട്ടും എന്നുള്ളത് നമുക്കറിയത്തില്ല അല്ലേ. നമ്മളതെപ്പോഴാണ് മനസ്സിലാവുന്നത്? നമുക്ക് എക്സ്പീരിയൻസിലൂടെ അല്ലേ. നമ്മൾ ലേൺ ചെയ്യുവാണ്. മണി എന്നുള്ളത് വാല്യുബിളായിട്ടുള്ളൊരു കമ്മോഡിറ്റിയാണ്. ആൻഡ് അത്
നമ്മുടെ സ്റ്റിമുലായിട്ടുള്ളൊരു അസോസിയേഷനും മണിയും അതുപോലെ ആ ഫുഡിൻ്റെ സ്റ്റിമുലയും, അതായത് ഫുഡോ അല്ലെങ്കിൽ ഡ്രിങ്കോ, അതാണ് നമുക്ക് നാച്ചുറലി റീഇൻഫോഴ്സിംഗ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ അതിനെ റീഇൻഫോഴ്സേഴ്സിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി റീഇൻഫോഴ്സർ ആൻഡ് എ സെക്കൻഡറി റീഇൻഫോഴ്സർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രൈമറി റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീഇൻഫോഴ്സേഴ്സിനെയാണ് പ്രൈമറി റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഫുഡ്, അതൊരു റീഇൻഫോഴ്സറാണ്, പ്രൈമറി റീഇൻഫോഴ്സറാണ്. ഇപ്പം പനി പിടിച്ചിരിക്കുന്ന ആൾക്ക് ഒരു നല്ല വാംതായിട്ടുള്ള ഡ്രസ്സ്, തണുത്ത് വിറച്ചിരിക്കുന്ന ആൾക്ക്. ഓക്കെ, നല്ലോണം വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു റിലീഫ്, ഇതൊക്കെയെന്ന് പറയുന്നത് പ്രൈമറി റീഇൻഫോഴ്സേഴ്സാണ്. ഓക്കെ, ഞാൻ ഇതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് സെക്കൻഡറി റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസോസിയേഷൻ പ്രൈമറി റീഇൻഫോഴ്സറുമായിട്ട് മറ്റൊരു റീഇൻഫോഴ്സിങ് ഏജൻറ്റിന് അസോസിയേഷൻ സംഭവിക്കും. റീഇൻഫോഴ്സിങ് ഏജൻ്റല്ല, മറ്റൊരു സ്റ്റിമുലസിൻ്റെ അസോസിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണത് സെക്കൻഡറി റീഇൻഫോഴ്സറായി മാറത്തുള്ളൂ. ഉദാഹരണം പറയാം, നമുക്കറിയാം മണി വാല്യുബിളാണെന്നറിയാം. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലേൺ ചെയ്തു ദാറ്റ് മണി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മേടിക്കാം. ഓക്കെ, ഈ ആവശ്യമുള്ള കാര്യത്തിൽ പ്രൈമറി റീഇൻഫോഴ്സും ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെ മണി കൊണ്ട് മേടിക്കാം. അപ്പം ഈ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസോസിയേഷൻ, സ്റ്റിമുലസും അതുപോലെ പ്രൈമറി റീഇൻഫോഴ്സറും തമ്മിലുള്ള അസോസിയേഷൻ ലേൺ ചെയ്യുമ്പോഴാണ് സെക്കൻഡറി റീഇൻഫോഴ്സർ മാറുന്നത്. അതുകൊണ്ട് ഈ കേസിൽ മണി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി റീഇൻഫോഴ്സറാണ്. ഓക്കെ, ഇത് ആക്ച്വലി തെറാപ്യൂട്ടിക് സെറ്റിങ്സിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് സെക്കൻഡറി റീഇൻഫോഴ്സർ. പറയാമേ, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കൗൺസിലിംഗ് സെറ്റിങ്ങിലും തെറാപ്യൂട്ടിക് സെറ്റിങ്ങിലും ഒരു ടോക്കൺ സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം സെക്കൻഡറി റീഇൻഫോഴ്സറായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടോക്കൺ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു പേഷ്യൻറ്റിന് ഒരു ഡിസൈർഡ് ബിഹേവിയർ കാണിക്കാൻ വേണ്ടി ഒരു ടോക്കൺ കൊടുക്കും. ഓക്കെ, എപ്പോഴൊക്കെ പേഷ്യൻ്റ് ഒരു നല്ല ഡിസൈർഡ് ബിഹേവിയർ കാണിക്കുന്നു അപ്പോഴൊക്കെ ഒരു ടോക്കൺ കൊടുക്കും. സേ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർ കൊടുക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ സ്റ്റാർ എന്ന് പറയുന്നൊരു സെക്കൻഡറി റീഇൻഫോഴ്സറാണ്. അപ്പോൾ ഈ സ്റ്റാർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഗെയിംസ് കളിക്കാം, സ്നാക്സ് കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ റിയൽ മണി കിട്ടും. ഇതാണ് സംഭവം സെക്കൻഡറി റീഇൻഫോഴ്സറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അതായത് ഈ ടോക്കൺ യൂസ് ചെയ്തിട്ട്, ഈ സ്റ്റാർ യൂസ് ചെയ്തിട്ട് ഈസ് റിഡീമിങ് സംതിങ് എൽസ് വിച്ച് ഇസ് ആക്ച്വലി എ പ്രൈമറി റീഇൻഫോഴ്സർ. അപ്പം അത് തമ്മിലുള്ളൊരു അസോസിയേഷനാണ് സെക്കൻഡറി റീഇൻഫോഴ്സർ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്യുന്ന ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അവർ ഇതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അതായത് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് നടക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളൊരു കാര്യം നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ ഡോപ്പമിൻ്റെ ലെവൽ കൂടുന്നുണ്ട് ബ്രെയിനിലെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബ്രെയിനിൽ കൂടെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം അതൊരു പ്ലഷറിലേക്ക് നയിക്കുന്നു. ഈ പ്ലഷറാണ് റീഇൻഫോഴ്സിങ്ങിലേക്ക് നയിക്കുന്നത് എന്നൊക്കെയുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. It is a study conducted by Narquiot and Simmers in 2011. അപ്പോൾ വെൻ യു റൈറ്റ് ഫോർ എക്സാംസ് റൈറ്റ് ഓൾ ദീസ് ന്യൂ കാര്യങ്ങളും കൂടെ. പഴയൊരു തിയറി പഠിച്ചു, ദാറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എന്താണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിസിയോളജിക്കൽ സ്റ്റഡീസ്? ഓക്കെ, വി ആർ ഓൾസോ ലേണിംഗ് ഫിസിയോളജി. സോ അതും കൂടെ എഴുതാനുള്ള കാര്യങ്ങൾ മറക്കരുത്. അപ്പം യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ സ്റ്റഡീസ് റിഗാർഡിങ് ദിസ്. അപ്പോൾ എന്ത് പഠിച്ചാലും ഒരു പാരഗ്രാഫ് റിഗാർഡിങ് ന്യൂ സ്റ്റഡീസ് ആൻഡ് ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ഗ്രേഡ് ഓൾസോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്, റീഇൻഫോഴ്സേഴ്സ് എന്താണ്, രണ്ട് തരത്തിലുള്ള റീഇൻഫോഴ്സേഴ്സ് ഉണ്ട്.